ആനപ്പാർക്ക് കോട്ടൂർ. അതെ, ആനപ്പാർക്ക് കോട്ടൂർ. ആ പോട്ടെ പോട്ടെ പോട്ടെ, എടുത്തോട്ടെ. ഇതാണ് കേരള ഫോറസ്റ്റ്. പോട്ടെ. അപ്പോൾ നമ്മൾ എലഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ, ആന വളർത്തൽ കേന്ദ്രം കോട്ടൂർ എത്തിയിട്ടുണ്ട്. നമുക്ക് അകത്ത് പോയി കാണാം എന്താണ് സംഗതി. ഇവിടെ ചായ കുടിക്കാനുള്ള സംഗീതമൊക്കെ ഉണ്ട് കേട്ടോ. ടീ കോർണർ, ജ്യൂസ് പോയിൻ്റ്, എൻട്രൻസ് പ്ലാസ, നല്ല വിശാലമായ പാർക്കിംഗ് സ്പേസാണ് കേട്ടോ. അപ്പോൾ അവിടെ പോകണം, ടിക്കറ്റ് എടുക്കണം. ചുമ്മാ കയറാൻ പറ്റിയല്ലേ, ടിക്കറ്റ് എടുക്കുക, അകത്ത് കയറുക, കാഴ്ചകൾ കാണുക. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് കേട്ടോ. നല്ല വൃത്തിപ്പിടിപ്പൊക്കെ ഉണ്ട്. ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ അറിയാം എന്താണ് അവസ്ഥ. പത്രക്കാർക്ക് പാസ്സില്ലേ? പത്രക്കാർക്ക് പാസ്സുണ്ടോ? പത്രക്കാരൻ പാസ് വേണോ? ചോദിക്കണം, ഇതൊന്ന് കാണിക്കണം. പത്രക്കാർക്ക് ഇക്കോ ഷോപ്പ് എന്തൊക്കെയാണ് സാധനം? ഇക്കോ ഫ്രണ്ട്ലി പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടല്ലേ ഇവിടെ. എന്താണ്? കുടംപുളി, എന്താണ്, നാടൻ തവി, ചിരട്ടത്തവി, എല്ലാ പ്രോഡക്റ്റ്സും ഉള്ള ഇക്കോ ഫ്രണ്ട്ലി ഷോപ്പാണ്. നല്ല ബിൽഡിംഗ് കേട്ടോ, നല്ല സ്റ്റൈലായിട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും ആന വളർത്തൽ കേന്ദ്രത്തിലെ എൻട്രൻസ് ആണിത്. നമ്മളിങ്ങനെ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ 50 രൂപയുടെ ടിക്കറ്റ് എടുത്തതിന് ശേഷം ഉള്ളിൽ കയറുക, കാഴ്ചകൾ കാണുക. പ്രത്യേക ശ്രദ്ധയ്ക്ക് തിങ്കളാഴ്ച പാപ്പാന്മാർക്ക് അവധിയാണ്. പൊതുവേ തിങ്കളാഴ്ച സൂ, പിന്നെ മ്യൂസിയം, ഇങ്ങനത്തെ എല്ലാ സ്ഥാപനങ്ങളും അവധിയാണ്. കാരണം ഞായറാഴ്ച പ്രവൃത്തി ദിവസമായതുകൊണ്ട് സ്വാഭാവികമായും തിങ്കളാഴ്ച ഇതെല്ലാം അവധി ദിനങ്ങളാണ്. അതുകൊണ്ട് പിന്നെ ടൂറിസ്റ്റുകളും സഞ്ചാരികളും ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം കാഴ്ചകൾ കാണാൻ വരുമ്പോൾ തിങ്കളാഴ്ച ഒരു കാരണവശാലും ചാടി പുറപ്പെടരുത്, പണി കിട്ടും. എലഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ കോട്ടൂർ. ഈ അഗസ്ത്യമലയിൽ നിന്ന് കിട്ടിയ ആനയാണല്ലേ? നമ്മുടെ പേരെന്താണ്? ഇവിടെ സ്റ്റാഫ് അല്ലേ? കാലം എത്രയായി? 11 വർഷമായി. സീനിയറാണ്. അപ്പോൾ ഇത് രാജയല്ലേ? ഇവിടെ നിന്ന് കിട്ടി, ഈ അഗസ്ത്യമലയിൽ നിന്ന് കിട്ടിയ ആനയാണ്. അകത്തുള്ളതോ? അതും പല ജില്ലയിൽ നിന്ന് കിട്ടി. ഇദ്ദേഹത്തിൻ്റെ പേരെന്താണ്? എന്താണ്, കുട്ടിയാനുണ്ടല്ലോ. ഇതിൻ്റെ പേര് അല്ലേ? ഇവിടെ ചേട്ടന്മാരുണ്ടല്ലോ. അത് പ്രശ്നമല്ലേ? ആരണ്യ പൂർണ്ണ, ഏജ് 8. മറ്റത് 4 വയസ്സുള്ളതാണ് ആ കുട്ടിയാന. 4 വയസ്സാണേ. ഇപ്പുറത്തുള്ളത് പൂർണ്ണ 8 വയസ്സ്. അതിനപ്പുറത്ത് നിൽക്കുന്നത് 7 വയസ്സ്. അപ്പം 7, 4, 8 വയസ്സുള്ള ആനക്കുട്ടികളാണ് ഈ കാണുന്നത്. നല്ല തലയെ കാട്ടി കാണിക്കണം അല്ലേ? നല്ല ഭംഗിയുണ്ട് അല്ലേ? അതത് എണീറ്റ് കണ്ട, ഇത് ഇരുന്ന് എണീറ്റില്ല, അത് നല്ല രസമായിരുന്നു. ഇനി കിടക്കൂടെ? ഇന്ന് കിടന്നെങ്കിൽ എനിക്കൊരു വീഡിയോ ആയനെ. ഇങ്ങനെ എന്താണ് വേറെ സൈഡ് ഇങ്ങനെ? ഇത് മനു അല്ലേ?
മനു 8 വയസ്സാണ്. ഇതിങ്ങനെ ആടുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇങ്ങനെ തലയാട്ടുന്നത് ചേട്ടോ എന്തോ? അതെ, റാണ 12 വയസ്സല്ലേ? 12 വയസ്സുള്ള ആളാണ് അത്. പത്ത് വയസ്സാകുമ്പോൾ ഇത് 10 മാസം ആകുമ്പോഴാണ്, 10 വയസ്സാകുമ്പോഴാണ് മതപ്പാട് ഉണ്ടാവുന്നത് അല്ലേ? രാജ ഓ ഓ അല്ല, നോർമലി 10 വയസ്സാകുമ്പോഴാണ് മതപ്പാട് വരുന്നത്, അങ്ങനെയാണോ? അറിയില്ല. മതപ്പാട് ഉണ്ടായതല്ലേ? ഓക്കെ. വയലൻ്റ് ആണത്. അപ്പോൾ ശരിക്കും പിള്ളേർക്കൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഇന്നത്തെ ആ ഒരു ശുഷ്കമായ കാലാവസ്ഥ എന്ന് വെച്ചാൽ അവധി ആയതുകൊണ്ട് തിരക്ക് കുറവാണ്. പിന്നെ പാപ്പന്മാർ അവധിയാണ്, ആനയെ കുളിപ്പിക്കുന്നതൊക്കെ കാണുന്നതാണ്. പക്ഷേ സംഗതി അവർ അവധിയാണ്, നമ്മൾ ലേറ്റായി പോയി. നേരത്തെ ഒരു 10 മണിക്കൊക്കെ വന്നാലേ അവരെ കുളിപ്പിക്കുന്നതൊക്കെ കാണാം. അങ്ങനെ നമ്മളെ ചട്ടി ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് വലിയ ചട്ടി പോലെ തോന്നും, സംഗതി വെള്ളത്തിലേക്ക് എന്താണ് നമ്മൾ ഈ ഇതിലൊക്കെ കണ്ടിട്ടില്ലേ, ഫിലിമിലൊക്കെ കണ്ടിട്ട് പോലെ ആ സാധനമാണ് ഇത്. എടുത്ത് എന്നറിയും ഇത് എന്താ ചെയ്യുക, കറക്റ്റ് ഒന്ന് കണ്ടാലോ. ഇതാണ് വട്ടിവള്ളം. എന്ത് വള്ളം? വട്ടിവള്ളം. കുറേ വെള്ളമുണ്ട് ബോട്ട് ഏരിയ. അപ്പോൾ നമ്മൾ ആന വളർത്തൽ കേന്ദ്രം കോട്ടൂരിലെ കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ. നോർമലി പറഞ്ഞാൽ ഇങ്ങനെ ട്രക്കിംഗ് ഫെസിലിറ്റി അല്ലേ? അതെങ്ങനെയാണ്? കിഴക്കുമലപ്പാറയാണ്. 10 പേർക്ക് 2600 രൂപയാണ് ചാർജ് വരുന്നത്. 5 പേരാണെങ്കിൽ 1300 രൂപയാണ്. ഇപ്പം 5 പേരിൽ താഴെയോ 10 പേരിൽ കൂടുതലോ ആണെങ്കിൽ ആ ഒരു ചാർജ് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. 7 പേരാണെങ്കിൽ 10 പേരുടെ ചാർജ് മിനിമം ചാർജ് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. 5 പേരിൽ താഴെ 2 പേരാണെങ്കിലും ആ ഒരു മിനിമം ഇതുണ്ട്, അതിനനുസരിച്ച് പേ ചെയ്യണം അല്ലേ? പേ ചെയ്യണം. ഇപ്പം നമുക്ക് ടോട്ടലി ട്രക്കിങ്ങിൻ്റെ സമയം എന്ന് പറയുന്നത് 2 മണിക്കൂറിനുള്ളിൽ 3.5 കിലോമീറ്റേഴ്സ് ആണ്. ഇവിടെ നിന്ന് നമ്മൾ നടന്നു പോകുന്ന ചെറിയൊരു ട്രക്കിംഗ്, കാരണം ചെറുതായിട്ട് ട്രക്കിംഗ്. പിന്നെ വലിയൊരു ട്രക്കിംഗ് ഉണ്ട് കതിർമൂടി. 10 പേർക്ക് 5000 രൂപയാണ് അതിൻ്റെ ചാർജ് വരുന്നത്. 5 പേർക്ക് 2500 രൂപയാണ്. ആ ട്രക്കിങ്ങിന് വിളിച്ച് ബുക്ക് ചെയ്യണം. പിന്നെ വരുന്ന സമയത്ത് 10 പേരുടെ ആധാറിൻ്റെ പിന്നെ രാവിലെ ഒരു 8 മണിക്ക് ഇവിടെ റിപ്പോർട്ട് ചെയ്യണം. സ്വന്തം വണ്ടിയിലാണ് പോവേണ്ടത്. രാവിലെ മുതൽ ഫുഡ് കയ്യിൽ കരുതി 7 കിലോമീറ്റർ പോയിട്ട് പിന്നെ 2 കിലോമീറ്റർ കാട്ടിനുള്ളിലോട്ട് നടത്തും.
സ്വന്തം വണ്ടിയിലാണ് പോയത്. വണ്ടി നമ്മൾ ഗൈഡിന് നമ്മൾ ഗൈഡ് പ്രൊവൈഡ് ചെയ്യും. പ്രൊവൈഡ് ചെയ്യും. ഇതിൻ്റെയൊക്കെ റേറ്റ് എങ്ങനെയാണ്? ഈ നമ്മൾ എന്താണ് ആ പേര്, ആ സാധനത്തിൻ്റെ പേര് ശരിക്കും? കുട്ടവഞ്ചി. അത് മണിക്കൂറാണോ? കുട്ടവഞ്ചി അരമണിക്കൂറാണ്. അരമണിക്കൂർ. അപ്പോൾ അത് 4 പേർക്ക് 400 രൂപയാണ്. ഫോറിനേഴ്സ് ആണെങ്കിൽ 4 പേർക്ക് 600 രൂപ. 600. നമ്മൾ പെഡൽ ബോട്ട് ആണെങ്കിൽ 2 സീറ്റിൻ്റെത് 100 രൂപ. 100 രൂപ. 4 സീറ്റിൻ്റെത് 200 രൂപ. ഇത് തന്നെയല്ലേ ഇതില്ലേ റേറ്റ്? ഫോറിനേഴ്സിന് സെപ്പറേറ്റ്. 2 സീറ്റിൻ്റെത് ഫോറിനേഴ്സിന് 280. 4 സീറ്റ് ഫോറിനേഴ്സിന് ടാക്സ് കൂടെ ഉണ്ടല്ലേ? ഓട്ടോറിക്ക് കോഴ്സിനൊക്കെ. ബോട്ട് സർവീസ് ഉണ്ട്, അതിൻ്റെ പ്ലാറ്റ്ഫോമിൽ പണി നടക്കുകയാണ്. അപ്പോൾ കുട്ടികളുടെ കളിസ്ഥലമുണ്ട്. 12 വയസ്സ് താഴെ മാത്രമേ ഉള്ളൂ. ചേട്ടാ, ചിൽഡ്രൻസ് പാർക്ക് ഓൾസോ ഇസ് ദെയർ. അപ്പോൾ ഇനി മേലെ കയറുക, വണ്ടി എടുക്കുക, പോവുക. അപ്പോൾ നമ്മളിപ്പോൾ കോട്ടൂർ ആന വളർത്തൽ കേന്ദ്രത്തിൻ്റെ അകത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തിങ്കളാഴ്ച വന്നേക്കരുത്, അവധിയാണ്, പാപ്പാന്മാർക്ക് അവധിയാണ്. ഇവിടെ ഈ ആനയെ കുളിപ്പിക്കുന്ന ഒക്കെ നമുക്ക് കാണാൻ പറ്റും, പക്ഷേ നേരത്തെ ഇറങ്ങാം, വൈകിപ്പോയി. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ മ്യൂസിയം ഇത്തരം സർക്കാർ സ്ഥാപനങ്ങളൊക്കെ ഞായറാഴ്ച ടൂറിസ്റ്റ് അധികം ഉള്ളതുകൊണ്ട് തിങ്കളാഴ്ച ഇത്തരം സ്ഥാപനങ്ങളിൽ അവധി സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തിങ്കളാഴ്ച കഴിവതും ഇത്തരം സ്ഥലങ്ങളിൽ പോകാതിരിക്കുക. പിന്നെ നമ്മളൊരു സ്പെഷ്യൽ പെർമിഷൻ്റെ പുറത്ത് ഇങ്ങനെ അകത്ത് കയറി 1-2 ഗസ്റ്റൊക്കെ ഉണ്ട്, ടൂറിസ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കയറി അവിടുത്തെ കാഴ്ചകളാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം കേട്ടോ. ബൈ ബൈ.